ഹീലിംഗ് പവറിലേക്ക് ഏവർക്കും സ്വാഗതം. 28 മാജിക് പ്രാക്ടീസിൻ്റെ ഡേ 11 ആണെന്ന്. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് മാജിക് മോർണിംഗ്സ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലേ? എത്ര പേര് പ്രാർത്ഥിക്കാറുണ്ട്? താഴെ കമൻറ്റ് ചെയ്യുക. ഇനി അങ്ങനെ ഇല്ലെങ്കിൽ നമ്മുടെ ദിവസം തുടങ്ങുമ്പോൾ, ഞാൻ ക്ലാസ്സിൽ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ ദിവസം രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യത്തെ 1 മണിക്കൂർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമയമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സുകളിലൊക്കെ. അതുപോലെ ഉറങ്ങാൻ പോകുന്ന സമയവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ ഉറങ്ങുന്ന തൊട്ട് മുൻപുള്ള 1 മണിക്കൂർ, അതിനകത്ത് അരമണിക്കൂർ അതിനേക്കാൾ വളരെ പ്രാധാന്യം അർഹിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉറക്കമുണർന്ന് എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ, കണ്ണ് തുറന്നു കഴിയുമ്പോൾ തന്നെ നമ്മൾ ദൈവത്തിന് നന്ദി പറയാം. കാരണം ദൈവമേ നന്ദി, മനോഹരമായിട്ടുള്ള ഈ ദിവസത്തിന് നന്ദി. കാരണം ഈ മനോഹരമായിട്ടുള്ള ദിവസം കാണാതെ ഒരുപാട് പേര് കടന്നു പോയിട്ടുണ്ടാകും തലേദിവസം രാത്രി ഉറക്കമുണരാതെ തന്നെ. ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഉറക്കമുണരാൻ സാധിച്ചു, ഈ പ്രപഞ്ചത്തെ വീണ്ടും കാണുവാനായിട്ട് സാധിച്ചു. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ ദിവസം തുടങ്ങുന്ന ആ സമയം തന്നെ നിങ്ങളുടെ ബെഡിൽ എഴുന്നേറ്റിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ദൈവത്തിന് നന്ദി പറയുക. അതുപോലെ തന്നെ നിങ്ങൾ കിടന്നുറങ്ങിയ ആ ബെഡിന് നന്ദി പറയുക, കട്ടിലിന് നന്ദി പറയുക, പില്ലോയ്ക്ക് തലയിണയ്ക്ക് നന്ദി പറയുക, ബെഡ്ഷീറ്റിന് നന്ദി പറയുക, അതുപോലെ തലയിണയുടെ പില്ലോ കവറിന് നന്ദി പറയാം. നമുക്ക് സുഖകരമായിട്ട് ഉറങ്ങാനായിട്ട് സാധിച്ച ഒരു വീടുണ്ടായിരുന്നു, ആ വീടിന് നന്ദി പറയാം. അപ്പോൾ ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്തുകൊണ്ട് രാവിലെ ഉറക്കമുണർന്ന ആ സമയം മുതൽ നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടാണ് ദിവസം തുടങ്ങേണ്ടത്. പല ആളുകളും കണ്ടിട്ടുണ്ട്, രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഇന്നിപ്പോൾ ആകെ ഒരു സുഖമില്ലാത്തൊരു ദിവസമാണ് എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലും ഒരാളെ കണി കണ്ടു എന്ന് പറഞ്ഞ് പണ്ടത്തെ ആളിലൊക്കെ പറയാറുണ്ടല്ലേ, അയാളെ കണ്ട് അല്ലെങ്കിൽ അവളെ കണ്ടു കഴിഞ്ഞാൽ കണി കണ്ടു കഴിഞ്ഞത്തെ ദിവസം പോക്കാണെന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ നമ്മൾ പറയുമ്പോൾ നമ്മൾ വാസ്തവത്തിൽ ചെയ്യുന്നത് എന്താണ്? നമ്മൾ ഒരു അഫർമേഷൻ പറയുകയാണ് നമ്മുടെ മനസ്സിനോട്, ഇന്നത്തെ ദിവസം പോക്കാണെന്ന്. തഥാസ്തു. അപ്പോൾ അങ്ങനെ തന്നെ ആയിത്തീരും നമ്മുടെ അന്നത്തെ ദിവസം എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ അങ്ങനെ പറയാതിരിക്കുക. അതെല്ലാം നമുക്ക് അന്ധമായിട്ടുള്ള ധാരണകളും വിശ്വാസങ്ങളുമാണ്. ദിവസം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് നന്ദി പറയാം, നമ്മുടെ ആരോഗ്യത്തിന് നന്ദി പറയാം. കാരണം എഴുന്നേറ്റ് നിൽക്കാനുള്ള ആരോഗ്യമുള്ളതുകൊണ്ടാണല്ലോ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നത്. നമ്മുടെ കാലുകൾക്ക് നന്ദി പറയാം, ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് നന്ദി പറയാം, നമ്മുടെ ശരീരത്തിൻ്റെ ആന്തരികമായിട്ടുള്ള അവയവങ്ങൾക്ക് നന്ദി പറയാം. നമുക്ക് മനോഹരമായിട്ടുള്ള ഈ പ്രപഞ്ചം കാണുവാനായിട്ട് സാധിച്ചത് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി കൊണ്ടാണ് അല്ലേ? ആ കണ്ണിൻ്റെ കാഴ്ചശക്തിക്ക് നമുക്ക് നന്ദി പറയാം, നമ്മുടെ കണ്ണുകൾക്ക് നന്ദി പറയാം. അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങളെല്ലാം കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കാൻ കഴിയുന്നത് അല്ലേ? അപ്പോൾ നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് നന്ദി പറയാം, അതുപോലെ ബാഹ്യ അവയവങ്ങൾക്ക് നന്ദി പറയാം. ഇങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ടാവണം നമ്മുടെ ദിവസം തുടങ്ങുന്നത് തന്നെ. ആ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്ന നിമിഷം മുതൽ, നമ്മൾ കണ്ണ് തുറന്ന ആ നിമിഷം മുതൽ നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് വേണം തുടങ്ങാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ദിവസം വളരെ ബ്ലെസ്സിങ് ആയിരിക്കും എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾ ഉറങ്ങിയ മുറിയിൽ ബെഡിനൊക്കെ നന്ദി പറഞ്ഞു. നിങ്ങൾക്ക് ഫാൻ ഉണ്ടെങ്കിൽ ഫാൻ നന്ദി പറയാം, അല്ലെങ്കിൽ AC ഉണ്ടെങ്കിൽ നമുക്ക് തണുപ്പ് തരുന്ന, ചൂടിനകറ്റി തണുപ്പ് തരാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് AC-ക്ക് നന്ദി പറയാം. അങ്ങനെ നിങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ ടോയ്ലറ്റിൽ പോകുന്നു, നമ്മൾ വാഷ്റൂമിലേക്ക് പോകുന്നു. വാഷ്റൂമിൽ ചെന്ന് ഡോർ ഓപ്പൺ ചെയ്ത് കാണുമ്പോൾ തന്നെ നമുക്ക് വാഷ് ബേസിൻ ഉണ്ടാവും, അതിലുള്ള വെള്ളത്തിന് നന്ദി പറയാം. നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിന്, നമ്മൾ പല്ല് ബ്രഷ് ചെയ്യുന്ന ബ്രഷിന് നന്ദി പറയാം, പേസ്റ്റിന് നന്ദി പറയാം, അവിടെ ഇരിക്കുന്ന ബക്കറ്റിന്, മഗ്ഗിന് ഒക്കെ നമുക്ക് നന്ദി പറയാം. നമുക്ക് ഷവർ ഉണ്ടെങ്കിൽ വെള്ളം ഇങ്ങനെ ഷവറിൽ നിന്ന് ഒഴുകിയെത്തുന്ന ആ വെള്ളത്തിന് നന്ദി പറയാം. അതുപോലെ ആ ഷവറിന് നന്ദി പറയാം. ബാത്റൂമിൻ്റെ ഓരോ ടൈലുകൾക്ക് നന്ദി പറയാം. കാരണം ഈ ബാത്റൂം മനോഹരമായിട്ടുണ്ടായിരുന്നുകൊണ്ടാണല്ലോ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ആ ടോയ്ലറ്റ് ഉപയോഗിക്കാനൊക്കെ സാധിക്കും. നമ്മുടെ അതുപോലെ ക്ലോസറ്റ്, ഫ്ലഷ് ടാങ്ക്, ഇത് തുടങ്ങിയിട്ടുള്ള ടാപ്പുകൾ, വാട്ടർ ടാപ്പുകൾ, ഇതിനെല്ലാം നമുക്ക് നന്ദി പറയാം. അതുപോലെ ഇതുണ്ടാക്കിയവർക്കും ഇത് കണ്ടുപിടിച്ചവർക്കും ഇത് നിങ്ങളുടെ മുന്നിൽ ഇതേ രൂപത്തിൽ എത്തിക്കുവാനായിട്ട് സഹായിച്ച ഒരുപാട് പേര് ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ നമ്മൾ നന്ദി പറയുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ആ ദിവസം തുടങ്ങുന്നത് ബെഡിൽ നിന്ന് തുടങ്ങി നന്ദി പറയാൻ ആരംഭിച്ച് നമ്മൾ ടോയ്ലറ്റിൽ, നമ്മുടെ വാഷ്റൂമിൽ പോയി കഴിയുമ്പോൾ അവിടെ നമുക്ക് എല്ലാത്തിനും നന്ദി പറയുന്നു. നമ്മുടെ ഫാമിലി നമ്മുടെ ഒപ്പം ഉണ്ടെങ്കിൽ ഫാമിലിക്ക് നന്ദി പറയാം, നമ്മുടെ മക്കൾക്ക് നന്ദി പറയാം, നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ ജീവിതത്തിന് നന്ദി പറയാം. ആ ജീവിതത്തിൻ്റെ കാരണക്കാരായിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾക്ക് നന്ദി പറയാം. ഇതുപോലെ ആ വീട്ടിലുള്ള മറ്റ് കുടുംബാംഗങ്ങൾക്ക്, നമുക്ക് പാൽ തരുന്ന അല്ലെങ്കിൽ പത്രം ഇടുന്ന അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാവർക്കും
നമുക്ക് നന്ദി പറയാം. വീട്ടിൽ നമുക്കൊരു മെയ്ഡുണ്ടെങ്കിൽ, അതായത് നമുക്ക് ജോലിക്ക് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും നന്ദി പറയാം. നമ്മുടെ പറമ്പിലൊക്കെ ജോലി ചെയ്യാനായിട്ട് വരുന്ന, നമ്മളെ സഹായിക്കാനായിട്ട് ജോലി ചെയ്യാൻ വരുന്നവരുണ്ടെങ്കിൽ അവർക്കും നന്ദി പറയാം. അവരെ നമ്മൾ മനസ്സുകൊണ്ട് നേരിട്ട് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരെ നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട്, മനസ്സിൽ നന്ദി പറഞ്ഞുകൊണ്ട് അവരെ നമ്മൾ ബ്ലസ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ ലൈഫ് മുഴുവൻ നമ്മൾ മറ്റുള്ളവരെയും, എന്നെ തന്നെയും മറ്റുള്ളവരെയും ഒരുപോലെ ബ്ലസ് ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു മാനസികാവസ്ഥ വരിക എന്നുള്ളതാണ് നമുക്ക് അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങളുടെ വർഷം, നമ്മളിലേക്ക് ബ്ലെസ്സിങ്സ് ധാരാളമായിട്ട് ഒഴുകി വരാനായിട്ട് സഹായിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതെല്ലാം തന്നെ. നമ്മൾ മറ്റുള്ളവരെ നന്മയിൽ നമ്മൾ ബ്ലെസ് ചെയ്യുന്നു, അവർക്ക് നന്ദി പറയുന്നു. ഇതെല്ലാം 100 ഇരട്ടിയായിട്ട് നമ്മിലേക്ക് തന്നെ തിരിച്ചു വരുമെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ ദിവസം തുടങ്ങുന്നത്. അല്ലെങ്കിൽ നമ്മൾ ജോലിക്ക് പോകാൻ ചിലർ ഭയങ്കര മടിയായിട്ട് പറയുന്നത്, എങ്ങനെ ഞാൻ ജോലിക്ക് പോകും, എന്നെക്കൊണ്ട് വയ്യ എന്ന് നമ്മൾ ജോലിക്ക് പോയി കഴിയുമ്പോൾ നമ്മുടെ ഓഫീസിൽ നമ്മുടെ ബോസിനെ കുറിച്ച് ചിലപ്പോൾ ദേഷ്യം ഉണ്ടാകും, മറ്റവിടെ കൊളീഗ്സിനെ കുറിച്ച് നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും മാനസിക പൊരുത്തക്കേട് എന്തെങ്കിലും ഉണ്ടാവാം. അങ്ങനെ തുടങ്ങിയിട്ടുള്ള അവരെല്ലാവരെയും മനസ്സിൽ ഓർത്തുകൊണ്ട് നമ്മൾ അവരെല്ലാവർക്കും നന്ദി പറയുക, അവരെ ബ്ലസ് ചെയ്യുക. സ്വാഭാവികമായിട്ട് അവർക്ക് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അവർക്ക് മാറ്റം ഉണ്ടാവും, അവരും പോസിറ്റീവായിട്ട് മാറും എന്നുള്ളതാണ്. കാരണം നിങ്ങൾ കൊടുക്കുന്ന തോട്ട്സ് അതൊരു എനർജിയാണ്. അത് പ്രപഞ്ചത്തിലേക്ക് വരുമ്പോൾ മറ്റുള്ളവരിലും മാറ്റം വരുത്തും, നിങ്ങളിലും മാറ്റം വരുത്തും എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് എല്ലാവർക്കും, നമ്മുടെ പ്രപഞ്ചത്തിനും ഒക്കെ നന്ദി പറയാം. വായുവിന്, വെള്ളത്തിന്, ആകാശത്തിന് നന്ദി പറയാം. സകല ജീവജാലങ്ങൾക്കും നന്ദി പറയാം. ഇല്ല, നമുക്ക് ചുറ്റുപാടത്തിൽ മനോഹരമായിട്ടുള്ള പ്രകൃതിയുണ്ട്, നമുക്ക് കറണ്ടുണ്ട്, കറണ്ടിന് നന്ദി പറയാം, KCBക്ക് നന്ദി പറയാം. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാറ്റിനും നമ്മൾ നന്ദി പറയാമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മളെപ്പോഴും ഒരു പോസിറ്റീവ് എനർജിയെ പ്രസരിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകളിലേക്ക് ആ ഒരു പോസിറ്റിവിറ്റി പകരുകയും അത് നമ്മിലേക്ക് തന്നെ 100 ഇരട്ടിയായിട്ട് വന്നു ചേരുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ജീവിതം തന്നെ വളരെ അനുഗ്രഹപ്രദമായ രീതിയിൽ, സന്തോഷകരമായ രീതിയിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച ഡേ 11 പഠിച്ചിട്ടുള്ള ഈ ഒരു കാര്യം നമ്മൾ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഉണർന്നെഴുന്നേറ്റ് ആ നിമിഷം മുതൽ, നമ്മുടെ ദിവസം ആരംഭിക്കുന്നത് മുതൽ നമ്മൾ ഉറങ്ങാൻ പോകുന്നത് വരെ നമ്മൾ കണ്ടുമുട്ടുന്ന ആളുകൾക്കും ചുറ്റുപാടുമുള്ളതിനും ഇടപെടുന്നവർക്കും നമ്മൾ തൊടുന്നതും കാണുന്നതുമായിട്ടുള്ള എല്ലാറ്റിനും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതം ഏറ്റവും നല്ല രീതിയിൽ അനുഗ്രഹിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം.